അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിറസത്തെ ഉമ്മപെങ്ങന്മാരെ, അതുപോലെ തന്നെ പേരൻസുമാർ ഗമനത്ത് ചെറിയ മക്ക പൊതറാക്കുമ്പോഴത്തേക്കും അവത്ത് എന്തെല്ലാം പൊതറാക്കുമ്പോഴത്തേക്കും ചില ഉമ്മമാരെ കമൻ്റ് ഉണ്ട്. എന്ത് മക്ക ബാവ, ദുനിയാവിൽ ഇങ്ങനത്തെ മക്ക എവിടെ ഇക്കലെ, എന്തോ ബലാൽ പിടിച്ച മക്ക, എത്ര ചൊന്നെങ്കിലും കേൾക്കില്ലേ വന്നിരിക്കലോ. ഈ മക്കളെ പിറ കാട്ടി ഞാൻ മുണ്ട വെച്ചിറത്തെ, അല്ലെങ്കിൽ കൈക്കാൾ പൊളിഞ്ഞു പോയിട്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു വാക്കുകൾ ദയവ് ചെയ്തിട്ട് അത്തരത്തിലുള്ള പദങ്ങൾ നിങ്ങൾ ഉപയോഗിക്കരുത്. അർസപറമ്പ് ചൊന്നുപോണ്ട്. പിന്നെ ഒരു ആലോചനയാക്കി നോക്കറു, അതേ മക്ക ഇല്ലാണ്ട് കണ്ടെങ്കിലും, അതേ മക്കൾക്ക് മരണം സംഭവിച്ചെങ്കിലും, അതേ മക്കൾക്ക് എന്തെങ്കിലും നൊമ്പരായെങ്കിലും, അതേ മക്ക തീരാണ്ട് കിടന്നെങ്കിലും എത്രയാണ് നിങ്ങളെ മനസ്സ് വേദനിക്കരുത്. അർസത്തെ മോത്തുക്ക് ചില ഉമ്മമാരുടെ ബായിൽ പണ്ട പളക്കായിരിക്കും. നീ പോന്നിട്ട് കൈക്കാലൊടിയേക്കും, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിക്കും ചൊന്നിട്ട് അർസത്തെ ആ പോർസിലാണ് ചൊല്ലുക. ചൊന്നിൽ പിന്നെയാണ് ആലോചന ആക്കിട അവിടെ എവിടെയെങ്കിലും പോന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചത്. പക്ഷെ അതിൽ പിന്നെയാണ് ഉമ്മമാർക്ക് അറിയല്. ദയവ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള വാക്കുകൾ ചൊല്ലുമ്പോഴത്തേക്കേ ഞങ്ങൾ ആലോചന ആക്കണം. മക്ക ചെന്നാൽ പിന്നെ കുസൃതികളുണ്ടാവും. മക്ക ചെന്നാൽ പിന്നെ ഒരുപാട് കളികളുണ്ടാവും. മക്ക ചെന്നെങ്കിൽ കണ്ടിക പത്തരെ, അല്ലെങ്കിൽ കപ്പോട്ട് പത്തരെ, അല്ലെങ്കിൽ എവിടെയെങ്കിലും പത്തരെ ഉള്ളതിലടിച്ച് പൊടിയാക്കടെ. ഇത് മക്കളുടെ സ്വഭാവമാണ്. അതിലും ചില മക്ക ബ്രില്ലിയൻറ്റ് മക്ക ഉണ്ടാവും. അത് ഫ്യൂച്ചറിൽ നല്ല ബ്രില്ലിയൻ്റ് ആയിട്ടുള്ള മക്കാണ് കണ്ടെങ്കിൽ അത് വെച്ച് അവിടെ ഒരിക്കലും തയ്ക്കില്ലേ. വളരെയേറെ അടികുത്തും ഇങ്ങനെയുമായിരിക്കും. പക്ഷേ ഒരിക്കലും ഷാപ്പ വെച്ച് പോകരുത്. നിങ്ങളുടെ ബായിൽ വേണ്ട ഷാപ്പങ്ങൾ നിങ്ങളുടെ ജീവിതം തന്നെ നശിച്ചു പോകാതെ കാരണമായി തീരും. അള്ളാഹു സലാമത്താക്കട്ടെ. എത്ര കഷ്ടവും നിങ്ങൾ എത്ര പ്രയാസം അനുഭവിച്ചെങ്കിലും അള്ളാഹു താര സ്വർഗത്തെ അലങ്കരിച്ചത് മക്കളെ കൊണ്ടാണ്. യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗത്തെ സൂപ്പറായിട്ട് അലങ്കരിച്ചത് മക്കളെ കൊണ്ടായിട്ട് കേട്ട് വിശുദ്ധ ഖുർആൻ തന്നെ ചൊല്ലും. ആ മക്കൗത്തുക്ക് വലിയ പറക്കത്താണ്. അതേ മക്കൗത്തിൽ ഇല്ലാണ്ട് കാണുമ്പോൾ എത്ര ബേജാറാവും. അതുകൊണ്ട് ഷാപ്പത്തെ വാക്കുകൾ ഒരിക്കലും നിങ്ങളെ ബായിൽ നിന്ന് വന്നു പോകരുത്. നല്ല നിലക്ക് മക്കളെ സ്നേഹിക്കടെ, മക്കളെ പിർസവയിക്കടക്ക് ബാബുൽ ഫറഹ ചൊല്ല ഒരു ബായിൽ തന്നെ ഉണ്ട്. സന്തോഷത്തിൻ്റെ വീട് അഥവാ നല്ല സ്വർഗത്തിലൊരു ബായിൽ തന്നെ മക്കളെ സന്തോഷമാക്കടെ, മക്കളെ പിർസാക്കടെ, മക്കളെ സന്തോഷമാക്കടെ ആളുമാർക്ക് അള്ളാഹു താല ഉണ്ടാക്കി വെച്ചതാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്ക് പടിപാട്. അതുകൊണ്ടിട്ട് എന്തെങ്കിലും എടുത്ത് ചാട്ട കാണുമ്പോൾ, അല്ലെങ്കിൽ തുള്ളി കളിക്കുമ്പോൾ, സ്കൂളില്ലാത്ത ടൈമിൽ പിന്നെ കേൾക്കണ്ട റബ്ബേ അണ്ട് ബദരുദ്ധമേ നടന്നു പോകുന്നു. ചിലപ്പോൾ തലക്കൈ വെച്ചിട്ട് ബുൾപ്പ് ഇട്ടിട്ട് ഷാപ്പ് വെച്ചിട്ട് കൊണ്ടാറും. രാവിച്ചതിട്ട് അങ്ങനെ ചെയ്യരുത്. നിങ്ങളുടെ ബ്രട്ടിക്ക് കേൾക്കുക, അള്ളാഹുവേ എൻ്റെ മക്കളെ നീ നന്നാക്കിത്താ. എത്ര കണ്ടാ മക്ക കളിക്കിടാറാ, എത്ര കണ്ടാ മക്ക ആക്റ്റീവായിട്ട് കിടാറാ. ഫ്യൂച്ചറിൽ അത്രമേ ആക്റ്റീവായിട്ട് അങ്ങ് വിളർഞ്ഞു വേണ്ടാറ്. അള്ളാഹു ഞങ്ങളുടെ എല്ലാ മക്കൾക്കും അഫിയത്തും ദീർഘായുസ്സും റാഹത്തും സന്തോഷവും ഉയർച്ചയും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ കുസൃതികൾ കണ്ട് സന്തോഷിക്കുക. പക്ഷേ അങ്ങക്ക് ഒരിക്കലും ഷാപ്പ വെക്കട് എനിക്കത് ഉമ്മ വാപ്പ ഒരിക്കലും നിങ്ങളാവരുത്.